നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധി ധനസഹായ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ്. 18 ഗഡുക്കൾ നാളിതുവരെയായിട്ട് വിതരണം നടത്തി. 19ാമത്തെ ഗഡു വിതരണം ഫെബ്രുവരി മാസത്തോടെ ഉണ്ടാകുമെന്ന പ്രധാന അറിയിപ്പ് വരുന്നു. നിലവിൽ എല്ലാ പ്രാവശ്യവും വിതരണം ചെയ്യുന്നത് 4 മാസ കാലയളവിൽ 3-ാം മാസത്തിലാണ് ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരിയിലാണ് നമുക്ക് ധനസഹായം ഉണ്ടാവുക. അതുമാത്രമല്ല, സംസ്ഥാനം അതോടൊപ്പം രാജ്യവും കാത്തിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ തുക അത് ഉയർത്തിയേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പുകളും വരുന്നുണ്ട്. ഇപ്പോൾ 6000 രൂപയാണ് നമുക്കൊരു വർഷം ലഭിക്കുന്നത്. 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ലഭിക്കുന്ന സഹായം. ഇത് 8000 രൂപ മുതൽ 10000 രൂപ വരെയാക്കി ഉയർത്തിയേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കർഷകർക്ക് അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ വലിയൊരു സഹായമായിട്ട് ഈ ആനുകൂല്യം മാറുകയും ചെയ്യും. 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ഇവിടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല. അതോടൊപ്പം തന്നെ കർഷകർക്ക് വായ്പ ആവശ്യമാണ് എങ്കിൽ KCC കാർഡ് വഴി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ കൂടി നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. 2 ലക്ഷം രൂപ വരെയാണ് ഈടില്ലാതെ ലഭിക്കുന്നത്. പലിശ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ 4% മാത്രമാണ് ഇതിന് വാർഷിക പലിശ നിരക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി 4-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. APL നീല റേഷൻ കാർഡുകൾക്ക് 3 കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ 6 കിലോ അരിയുമാണ് 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകൾക്ക് ആളുന്നതിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. BPL AY റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഭക്ഷ്യവിഹിതമാണ് ലഭിക്കുന്നത്. അരിയും ഗോതമ്പും സൗജന്യമായിട്ടുണ്ടാകും. വളരെ വൈകാതെ AY റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര പുനഃസ്ഥാപിക്കുമെന്നും സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, BPL AY വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജനുവരി മാസം 31-ാം തീയതി വരെ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുന്നുള്ളൂ. നമ്മുടെ അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. പ്രതിമാസ ഉപഭോഗം 15000 ലിറ്ററിൽ താഴെയുള്ള കുടുംബങ്ങൾക്കാണ്, അതും BPL അല്ലെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്കാണ് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. ഇനി മീറ്റർ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കുടിശ്ശിക ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ച ശേഷം നമുക്ക് ഈ ഒരു സൗജന്യ കുടിവെള്ളം ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം 200 രൂപ മുതൽ 500 രൂപ വരെ നമ്മുടെ സംസ്ഥാനത്ത് 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കാണ് കേന്ദ്ര സഹായം ഈ രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ ഇപ്പോൾ ജനുവരി മാസം നമുക്ക് ഡിസംബർ മാസത്തെ ആനുകൂല്യത്തിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡിസംബറിൽ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ ആനുകൂല്യം അതിൽ കേന്ദ്ര വിഹിതം ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഈ കേന്ദ്ര സഹായം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഈ പ്രാവശ്യം ഒരാഴ്ച കൂടിയൊക്കെ കാത്തിരുന്ന ശേഷം നമ്മളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക. തുടർച്ചയായിട്ട് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നില്ല എന്ന് പറയണം. ഇനി അത് മാത്രമല്ല, ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് വിജയകരമാകാത്തതൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ വരുമ്പോൾ ആധാറുമായിട്ട് അക്കൗണ്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാരണങ്ങളാൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ട സാഹചര്യമുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.